ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഒരു റിസോർട്ടിൽ വന്നതാണ്. വോയിസ് കിട്ടുമില്ല എന്നറിയത്തില്ല. 2 ദിവസമായിട്ട് ഹെവി റെയിൻ ആയിരുന്നു. അപ്പോൾ ഇങ്ങോട്ട് വരവ് നടക്കുമോ ഇല്ലയോ എന്ന് അറിയത്തില്ലായിരുന്നു. എന്തായാലും ലക്കിലി ഈ സമയത്ത് മഴയില്ലാത്തതുകൊണ്ട് ഓടിച്ചാടി കയറി പോരാൻ പറ്റി. എന്തൊക്കെയാണ് ഇവിടെയുള്ള സെറ്റപ്പ് എന്ന് നോക്കാം. ഹായ്. എല്ലാ റിസോർട്ടിലും ഉള്ളതുപോലെ തന്നെ മാല ഇട്ടിട്ടാണ് ആദ്യം സ്വീകരിച്ചത്. പിന്നെ വെൽക്കം ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഞങ്ങളോട് വന്നിരിക്കുന്ന ടീമുകളാണ്. ആനന്ദ് ഒരു ഹായ് പറഞ്ഞേക്കെ. ആനന്ദിന് മോഹം കാണത്തില്ല കേട്ടോ. ഹായ്. ഓക്കെ. രാജേട്ടൻ ഹായ്. ഒരു ഹായ് പറഞ്ഞേക്കെ. എല്ലാവരും വന്നത് ഫുഡിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ജസ്റ്റ് സ്റ്റാർട്ടർ മാത്രമേ ഉള്ളൂ. ഇതിൽ തന്നെ കുറേ വെറൈറ്റി ഉണ്ട്. ജിന ഹായ് പറ. ഇത് കണ്ടിക്കാനറിയില്ല, അതാ പ്രശ്നം. മറ്റേ മോഹൻലാലിന്റെ മറ്റേ സിനിമയില്ലേ ഹലോ, അതിൻ്റെ അകത്ത് മറ്റേ ബാറ് തുടങ്ങും മുല്ലപ്പൂ കിട്ടുന്ന സംഭവം. ഇതാണ് ഇവിടുത്തെ ബാറ്. ചേട്ടാ ആരും ഇല്ലല്ലോ. ചേട്ടനെ ഞാൻ വീഡിയോയിലിടും. ചേട്ടനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടും. കള്ളു പിടിച്ച് വീഡിയോയിലല്ലോ മാൾഡീവ്സിൽ പ്രശ്നം ഉണ്ടാക്കിയത്. ഇവിടെ ഓപ്പൺ ഏരിയയിലൊക്കെ സെറ്റ് ചെയ്തായിരുന്നു സ്റ്റേജൊക്കെ. പക്ഷെ മഴ കാരണം എല്ലാം തകർന്നു. ഇപ്പോൾ ചെറിയൊരു സെറ്റപ്പിലേക്ക് ഒതുക്കിയിരിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ ന്യൂ ഇയറിൻ്റെ ആഘോഷം പരിപാടികളെന്നാണ് തോന്നുന്നത്. കുറച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റത്തുള്ളൂ. ഈ ഒരു ഏരിയ ബാറും DJയും അങ്ങനത്തെ പ്രോഗ്രാം മാത്രമുള്ളതാണ്. ഞങ്ങളിപ്പോൾ ഡിന്നറിൻ്റെ ഒരു സെക്ഷൻ വേറെയാണ്, റെസ്റ്റോറൻറ്റ്, അവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ പൊന്നോ ഒന്നും പറയണ്ട. മഴ എന്ന് പറഞ്ഞാൽ മഴ, ഒരു രക്ഷയില്ല. കുടുങ്ങിന്ന് പറഞ്ഞാൽ മതിയല്ലോ. കാശ് കൊടുത്തിട്ട് പഠിക്കുന്ന പട്ടി മേടിച്ച അവസ്ഥയാണ് ഗൈസ്, ഒന്നും പറയണ്ട. ഇതാണ് ഇതേപോലെ നൈറ്റ് പാർട്ടിക്ക് വേണ്ടി വന്നേക്കുന്ന ആൾക്കാരുടെ മാത്രമല്ല എന്ന് തോന്നുന്നു കേട്ടോ, എല്ലാവരുടെയും ഡിന്നറിൻ്റെ സ്ഥലം ഇതാണ്. വാവ്. ഹായ് ഹായ്. ഹാപ്പി ന്യൂ ഇയർ. എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ള കൺഫ്യൂഷനിലാണ് ഞാൻ. ഞങ്ങളെ ഒന്നും കൂട്ടാണ്ട് ഒരുത്തും തന്നെ പോയി ഫുഡ് മേടിക്കാം കേട്ടോ ഗൈസ്. നോക്കൂ, ഞങ്ങളൊന്നും കൂട്ടാണ്ട് തന്നെ പോയി ഫുഡ് തിന്നാണ്. ഇവരാണ് ഞങ്ങളെ പറ്റിച്ചിട്ട് തന്നെ പോയി തിരുന്നാണ്. ലോബ്സ്റ്റർ അങ്ങനെ എടുത്തേക്കുക. എന്റെ പൊന്നു മോനെ, നിന്നെ കൂടെ പറ്റുമോ എത്ര വിടുതില്ല. എവിടുന്നാണ് തുടങ്ങുന്നതെന്ന് അറിയത്തില്ല. ഞാനും പാത്രം എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. മസ്റ്റാർഡ് എന്താണ് സംഭവം എന്ന് അറിയത്തില്ല. പൊട്ടറ്റോ, ഗ്രിൽഡ് കോൺ, അതൊന്നും നമുക്ക് വേണ്ട. അതൊക്കെ നമുക്ക് വീട്ടിൽ മേടിച്ച് കഴിക്കാലോ. നമുക്ക് വെറൈറ്റി എന്തെങ്കിലും ഉണ്ടോ എന്ന് മാത്രം നോക്കാം. ഇവിടെ ബാർബിക്യൂ അടിക്കുന്നുണ്ട്. എന്ത് ബാർബിക്കാൻ നോക്കാം. ചിക്കന് അതെന്താ, ബീഫാണോ? അതിനകത്ത് ആട് പോലെ ഉണ്ട്. ദിസ് വൺ ബീഫോ ലാംബ്? ലാംബ്. Can I get one piece? താങ്ക് യു. ഒന്നും നോക്കില്ല, ആടിൻ്റെ ഒരു ബീഫും എടുത്തു. ഞാൻ മണ്ടൻ അവിടെ പോയി കൂടെ അറിയാം. എവിടുന്ന്? അയ്യേ, ഇവിടെയൊക്കെ സ്വീറ്റ്സിന്റെ ഏരിയ കേട്ടോ. മതാമന്മാരെല്ലാം സ്വീറ്റ്സിലേക്കാണ് പിടിച്ചേക്കുന്നത്. നമുക്ക് സ്വീറ്റ്സ് പിന്നെ നോക്കാം. എല്ലാം തൊപ്പിയൊക്കെ വെച്ച് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ വരാം, തിരക്കാണ് ഇവിടെ. ഇപ്പം നമുക്ക് പിന്നെ പറയാം. ഇത് ബാർബിക്യൂന്റെ ഏരിയ ആണ്. ഇവിടെ ഫുള്ള് ബാർബിക്യൂ. എന്തൊക്കെയാണെന്ന് അറിയത്തില്ല. വാട്ട് ഇസ് ദിസ് വൺ ബ്രദർ? Oyster. Oyster. You want to try? Yeah, I want to try. Anyway, I came for New Year, no? I will try. ഇത് പച്ചക്കുള്ള സാധനം കേട്ടോ, പച്ചയാണ്. വാട്ട് ഇസ് ദിസ് ബ്രദർ? Oyster, no? Oyster. വെറും പച്ചയാണ്, കുക്ക് ചെയ്യാത്ത സാധനമാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. Some lemon
And you can take a bit and the lemon. ലെമൺ Yeah. ഓക്കെ And you take it. സോറി ദാറ്റ് ഈസ് Onion. ഓനിയൻ നോ Hollandaise. ഓക്കെ Some cucumber. ദാറ്റ്സ് ഇറ്റ് നോ And some you want some. ഐ വിൽ ട്രൈ Yeah, try it. യാ ഫസ്റ്റ് ട്രൈ മൈ ഫസ്റ്റ് ട്രൈ ഓയിസ്റ്റർ എന്തായാലും ഞാൻ എടുത്തിട്ടുണ്ട്. ഇനിയുള്ള സാധനം ദാറ്റ് പ്രോൺസ് ഓൾസോ സെയിം Prawn cook. ദാറ്റ് ഓൾസോ സെയിം Prawn cook already. This is all the cook. കുക്ക് വൺ ആ ഓക്കെ അത് കുക്ക് ചെയ്താന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും അതും ഒന്ന് ട്രൈ ചെയ്യണം. പ്രോൺസ് ലോബ്സ്റ്റർ ഇതെല്ലാം ഉണ്ട്. ഒരു ലോബ്സ്റ്റർ എടുത്തേക്കാം. സാധനങ്ങളെല്ലാം കൂടെ പിടിക്കാനുള്ള ഒരു ഗ്യാപ്പില്ല. ഞാൻ ഒരു ലോബ്സ്റ്റർ പഠിച്ചു. നീ എടുത്തു ലോബ്സ്റ്റർ ഞാൻ അങ്ങനെ എടുത്തു. Shrimps is nice. Yeah. And the mussels. Can you put one? And the mussels. ഓക്കെ ഓക്കെ ഉണ്ടോ എന്താ അടിപൊളി ഞണ്ടെണ്ണം ഇരിക്കുന്നുണ്ടോ? ഞമ്മണ്ട ഞണ്ടുകളാ. ചേട്ടാ നമ്മളെ കാണിച്ചു തരാം കേട്ടോ എല്ലാം. ഓപ്പൺ ലൈക്ക് ദിസ് വേ. ഓക്കെ ഓക്കെ ഇത് അതേപോലെ ട്യൂണയുടെ ഇതെല്ലാം കുക്കഡല്ല. ട്യൂണ സാൽമൺ ആണ്. സാൽമൺ സാൽമൺ ആണ്. സാൽമൺ നല്ല കോസ്റ്റ്ലി മീനാണ്. സൈഡിൽ എവിടെയെങ്കിലും വെച്ചു. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് തന്നെ പച്ച. അതിൻ്റെ കൂടെ എന്തെങ്കിലും സോസോ അങ്ങനെ എന്തെങ്കിലും സാധനം ഉണ്ടോ ചേർക്കാൻ? ഉണ്ടാവോ? സാൽമൺ ആണ്. സാൽമൺ ചെയ്യാത്ത സാൽമനാണ്. തുള്ളി പോലും ചെയ്യാത്ത സാൽമനാണ്. എല്ലാം നമ്മൾ ട്രൈ ചെയ്യും. ആ ചേട്ടനെ എടുത്തുന്ന ഓയിസ്റ്റർ, കുക്ക് ചെയ്യാത്ത ഓയിസ്റ്റർ, ഇതെല്ലാം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഇവിടെ അതേപോലത്തെ കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട് കുക്ക് ചെയ്യാത്തത്. എന്തൊക്കെയാണെന്ന് എനിക്ക് പേര് പറഞ്ഞു തരാറില്ല. കുറേ അതൊക്കെ എഴുതിയിട്ടുണ്ട്. മക്കാമേ സലാഡ്, എന്ത് സലാഡാണത്? അങ്ങനെ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് പ്രൗൺ ഡിഗ്രി, ഇതെന്താണെന്ന് അറിയത്തില്ല. വഴുതനങ്ങയുടെ അകത്ത് എന്തോ റൈസോ ഉപ്പുമാവോ അങ്ങനെ എന്തൊരു സാധനം വെച്ചേക്കുന്ന ഒരു സാധനമുണ്ട്. ഉണാഗി നിഗിരി, പേരൊക്കെ പ്രൊണൗൺസ് ചെയ്യാൻ ഇച്ചിരി പാടാണ്. അതിനിടയിൽ കൂടെ ഉണ്ട് അടിപൊളിയായിട്ട് ഫിഷിൻ്റെ ഒക്കെ ലെവലിൽ എന്താ പറയുക, നമ്മുടെ അണ്ടമറൈ ആ ഒരു ലെവലിൽ സെറ്റ് ചെയ്ത് വെച്ചു. അത് പന്നി. എന്റെ പാത്രത്തിലാണെങ്കിൽ സ്ഥലമില്ല കേട്ടോ. അത് നോ സ്പേസ്. ഇത് പച്ചയും കറി കഴിച്ചുണ്ട്, കുറേ ഉണ്ട് സാധനങ്ങൾ. പാമഹാം. ഓ അങ്ങനെയാണ് ഇതിന് പറയുന്നത് പറഞ്ഞു കേട്ടോ. Direct is come from Italy. ഓ These all come from Italy. ഓ ഓക്കെ. This is like a sausage, bigger size, that kind of thing. This also the kind of the fish that Oh. already is dried. Oh, okay. Under the sun they make dry. Oh, okay. Not any mission or nothing, no? They are hanging on the beach or somewhere. Because especially they are hanging on the beach, they have salt Mm-hmm. within the air, so it will be seasoned. Oh, okay. This is pork leg. പോക്കിന്റെ ലെഗാണ്. പന്നിയുടെ കാല്. നമ്മൾ പോത്തിന്റെ ഒക്കെ കുറവെന്ന് പറയുന്നത് പന്നിയുടെ കാലാണിത്. അടിപൊളിയായിട്ടാണ് കാല് വെച്ചേക്കുന്നത്. നമ്മൾ ഈ ഇടയ്ക്ക് ഒരു ക്രിസ്മസിന്റെ വീഡിയോ കാണിച്ചായിരുന്നു, ഫുള്ള് പന്നിയിരിക്കുന്നത്. ആ ലെവലിലാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. Can you repeat the name? Palm ham. Palm ham. Palm ham is the pork. Okay. Yeah, okay.
It's cooked with the air dry. Air dry. It's under the car, the air dry is cooked. So we not use any oven, no any cooker, no. It's a long time, long period we are just cooking. How long will it take Maybe like this drying? depending on the, like This is like the same way how they are making fish dry, no? yeah, The same way, no? The same. They are hanging on the beach or somewhere Oh, okay. under the sun. So especially for the beach, they are hanging because of the salt. They will give the salt. Okay. You know, No need to add separately salt, no? So come on. What are the things you need to add along with So we have pink salt and herb salt and balsamic dressing and different kind of oil. So you can choose any oil you can take. which one is better? Everything is same, but the flavors there. You can read there. So many flavors. Pepper. Pepper. Pepper very good. Give the feedback. Yes, sure. എടുക്കുന്നില്ലേ? പന്നി കഴിക്കില്ല? പച്ചപ്പന്നി ഇത് പന്നി ഇറച്ചി വെറുതെ വെയിലിൽ വെച്ച് ഉണക്കിയ സാധനമാണ് നമ്മൾ മീൻ ഉണങ്ങുന്ന പോലെ. വേവിച്ചല്ല. എന്തായാലും ട്രൈ നോക്കാം. എല്ലാം യൂറോപ്യൻ ഇറ്റാലിയൻ ഡിഷാണ്. നീരാളിനെയൊക്കെയാണ് പിടിച്ചേക്കുന്നത്. എടുത്ത് കാണിക്കാൻ മറന്നൊരു സാധനമുണ്ട്. സാൽമനും ഗ്രില്ല് ചെയ്തുകൊണ്ട്. സാൽമൻ ചൂണ മാത്രമല്ല, സാൽമനും ഉണ്ട്. എന്തൊക്കെ മേടിച്ചാൽ സാൽമൻ ആൻഡ് പ്രോൺ. ഫുഡിങ് തുടങ്ങിയിട്ടുള്ളൂ. നമ്മൾ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. ഇനിയും ഒന്നിലേക്ക് എത്താൻ പറ്റത്തില്ല എനിക്ക്. ദിസ് വൺ ടർക്കിനോ? ടർക്കിയൻ. ഇത് ബീഫാണ്, ഇത് ടർക്കിയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട അതേ സെറ്റപ്പ് ആണ്. ഹോൾ ടർക്കി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. റോസ്റ്റഡ് ലാമ്പ്. ആടിന്റെ കാലാണ് മക്കളെ. ആട്. വാട്ട് ഇസ് ദിസ് പറഞ്ഞ? Beef pork. Pork or beef? Pork. Can I get this slice? ഇത് പന്നി എന്തോ ചെയ്തുണ്ടാക്കിയതാണ്. This is which country cuisine? European or? Yeah, European one. യൂറോപ്യൻ എന്തോ കുസിനാണ്. ജർമ്മൻ വൺ. ഓക്കെ ഓക്കെ, താങ്ക് യു. ഫുഡ് എടുക്കുന്ന സ്ഥലവും കഴിക്കുന്ന സ്ഥലവും തമ്മിൽ കുറച്ച് ദൂരമുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഒരു ക്യാബിനുണ്ട്. നമ്മളവിടെ കഴിക്കാനിരുന്നില്ല. നൈസായിട്ട് DJ പാർട്ടിക്ക് നടക്കുന്ന സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് കഴിക്കാൻ തോന്നുന്നു. അവിടെ നമുക്കൊരു ടേബിൾ അസൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് ഫുഡ് കഴിക്കുന്നത്. വീഡിയോയിൽ കുറച്ച് ഇരുട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. മാക്സിമം വെട്ടമുള്ള സ്ഥലത്ത് നിന്ന് ഞാൻ എടുക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. ആദ്യം തന്നെ കറി വെച്ച പന്നി തുടങ്ങാം. ഫസ്റ്റ് എടുക്കലാണ് ഗൈസ് ഏറ്റവും വലിയൊരു ദുരിതം. എന്താ എൻ്റെ പേര്? ഹണി. എന്തായാലും പേര്? ഹണി പോർക്ക്. മീറ്റ് കുഴപ്പമില്ല. തൊലി ഭയങ്കര കട്ടിയാ. ഒരു രക്ഷ തൊലി. ഹണി പോർക്ക. ഇങ്ങോട്ടും ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു പച്ച മീറ്റ് കഴിക്കുന്നത്. സാൽമൻ. നമ്മുടെ ബൂമാങ്ങൊക്കെ തിന്ന് ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട് മീറ്റുകൾ. ഇത് ഞാൻ ബൂമാങ്ങിന് വേണ്ടി സമർപ്പിക്കുന്നു. കറി വെച്ചതാണോ പച്ചയാണോ എന്ന് മനസ്സിലാകുന്നില്ല. എന്തായാലും അത് കൊള്ളായിരുന്നു സാധനം. ഇനി ഓയിസ്റ്റർ. ഇന്ന് വരെ ഞാൻ TV-യിലൊക്കെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ നേരിട്ട് ഈ സാധനം എപ്പോഴാണ് കാണുന്നത് ശരിക്കും ഇത്രയും രൂപത്തിൽ. ഇതെങ്ങനെ കഴിക്കണ്ടേന്ന് പോലും എനിക്കറിയത്തില്ല. ഇങ്ങനെയാണെന്ന് തോന്നുന്നു കഴിക്കുന്നത്. എന്തൊക്കെയോ സലാഡോ എന്തൊക്കെയോ സാധനങ്ങൾ ചേട്ടൻ ഇട്ടുന്നുണ്ട്. എങ്ങനെ കഴിക്കുന്നതെന്ന് അറിയത്തില്ല. എനിക്കറിയാവുന്ന പോലെ ഞാൻ കഴിച്ചു നോക്കുകയാണ്. ഷെല്ലിന് ചില പീസുകൾ വന്നുണ്ട് ഇതിൽ കൂടെ. ചേട്ടാ ഓയിസ്റ്റർ നോക്കിയാ? ഫ്രഷാ ഞാൻ നോക്കാം. കൊള്ളാം സാധനം.
ഇത് ലോബ്സ്റ്റർ ആണ്. ലോബ്സ്റ്റർ ഞങ്ങൾ മാലിയിൽ നിന്ന് ഒരു പ്രാവശ്യം ട്രൈ ചെയ്യാന്ന് ഓർത്തിട്ട് അതിൻ്റെ വില ചോദിച്ചിട്ട് നമ്മളെ കൊണ്ട് താങ്ങിയില്ല. പച്ചയാണോ കുക്ക് ചെയ്താണോ ഒരു പിടിയില്ല. കണ്ടിട്ട് പച്ച പോലെ ഉണ്ട്, കുക്ക് ചെയ്തല്ലെന്ന് തോന്നുന്നുട്ടാ. എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടുമെന്ന് തോന്നുന്നില്ല ഇത്രയും പച്ചയുള്ള സാധനങ്ങൾ കഴിക്കാൻ. പച്ചപ്പന്നിയല്ല ഇത്, മറ്റേത് വെയിലത്തിട്ട് ഉണക്കിയ സാധനം. അയ്യോ ഇതിന്റെ പേര് പറഞ്ഞായിരുന്നു, മറന്നുപോയി. 3 പ്രാവശ്യം ഞാൻ ചേട്ടനെ കൊണ്ട് പറയിപ്പിച്ച, മറന്നുപോയി. ഇതെന്നാന്നറിയോ, നമ്മൾ കടലിന്റെ തീരത്ത് വെച്ചിട്ടേ ഒരു ഉണക്കിയ സാധനം, ഇറ്റാലിയൻ സംഭവമാണ്. കടൽ തീരത്ത് ഉണ്ടാക്കിയതാ, ഉപ്പിട്ടതല്ല, ഉപ്പിട്ടുണ്ടാക്കിയതല്ല, കടൽ തീരത്ത് വെച്ച് ഉണക്കിയത് കൊണ്ട് ഉപ്പ് അങ്ങനെയാണെന്ന് പറഞ്ഞത്. അങ്ങനെയാണ് പറഞ്ഞത്. സെക്കൻഡ് റൗണ്ട് പൊക്കോണ്ടിരിക്കുന്നത്. ഇത്ര നേരം പച്ചക്കുള്ള മീറ്റ് മാത്രം ട്രൈ ചെയ്തു. ഇനി കുറച്ച് കുക്കഡ് സാധനങ്ങൾ കഴിച്ചു നോക്കാം. Have you heard about this place? You also from Pakistan? No, I'm from India. Oh, nice. Neighbors, huh? ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ടോ, എന്തൊക്കെയാന്ന് ഒരു പിടിയില്ല. ഇങ്ങനെ അങ്ങോട്ട് ഇരിക്കുന്നു, ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട്. ചെറിയ മണ്ണിന്റെ കലത്തിലൊക്കെ സമൂസ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. മെക്സിക്കൻ ടാഗോസ്. നമ്മുടെ പപ്പടം പോലെ പച്ച മഞ്ഞ നീല എല്ലാം കടന്നുണ്ട്. മെക്സിക്കൻ ടാഗോസ് നോ. ഇതിവിടെ മാൽഡീവ്സിൽ നമ്മൾ സ്കൂബ ചെയ്യുമ്പം ഇതുപോലെ ഒരു സ്ഥലമുണ്ട്, കപ്പൽ വെള്ളത്തിനടി കിടക്കുന്നത്. ആ ഒരു മിനിയേച്ചറാണ് ഉണ്ടാക്കിയേക്കുന്നത് തോന്നുന്നു. ഡെസേർട്ടിന്റെ ഏരിയ ആണ്. രാമ ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ടോ. ഞങ്ങളുടെ ന്യൂ ഇയർ സെലിബ്രേഷൻ്റെ വീഡിയോ ഒത്തിരി വലുതായി വന്നുകൊണ്ട് ഞാനതിനെ 2 പാർട്ടാക്കി. ഫസ്റ്റ് പാർട്ട് ഞാൻ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. സെക്കൻഡ് പാർട്ടിലാണ് ഇനി ന്യൂ ഇയറിൻ്റെ കൗണ്ട് ഡൗണും ഡാൻസും. ഇനിയാണ് നമ്മൾ ശരിക്കും പഠിച്ചു പിടിക്കാൻ പോകുന്നത്. ഇത്ര നേരം നമ്മൾ ഫുഡ് മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും പുതുവത്സരത്തിൻ്റെ ആശംസകൾ നേരുന്നു. ടാറ്റ, ബൈ ബൈ. Let's